കർത്താവിൻ്റെ വന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നിയേറുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. താങ്ക് യു ഓൾ ഫോർ കമ്മിങ് ഹിയർ. എപ്പിസിൽ ഓഫ് ജെയിംസ് ചാപ്റ്റർ 4 വേഴ്സസ് 4-10. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ദയവായിട്ട് വായിക്കാം. വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. അല്ലെങ്കിൽ തിരുവെഴുത്ത് വെറുതെ സംസാരിക്കുന്നു എന്ന് തോന്നുന്നുവോ? അവൻ നമ്മിൽ വസിക്കുമാറാക്കിയ ആത്മാവ് അസൂയയ്ക്കായി കാംക്ഷിക്കുന്നുവോ? എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു. അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുവിൻ. നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. Praise the Lord. As we study further, Apostle James gets intensely practical and down to earth. ഈ ലേഖനം നമ്മൾ പഠിക്കുന്തോറും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം, യാക്കോബ് അപ്പോസ്തലൻ വളരെ പ്രായോഗികമാകുന്ന, വളരെ കൃത്യമാകുന്ന കാര്യങ്ങളെ താൻ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഓർപ്പിക്കുകയുണ്ടായി, അധ്യായങ്ങളും വാക്യങ്ങളും എന്നുള്ളത് വേദപുസ്തകമൊക്കെ നമ്മുടെ കയ്യിൽ, അല്ലെങ്കിൽ ഒരു പുസ്തക രൂപം ഏകദേശമായതിനൊക്കെ 500ഓളം വർഷങ്ങൾക്ക് ശേഷമാണ് അധ്യായങ്ങളും പിന്നീടും അനേക വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് വാക്യങ്ങളുമൊക്കെ അത് ചില ദൈവഭക്തന്മാർ നമ്മുടെ പഠനത്തിനും നമ്മുടെ സൗകര്യത്തിനും വേണ്ടി അതിൽ ആഡ് ചെയ്തതെന്ന് പറയുമ്പോൾ അത് നമുക്ക് സൗകര്യപ്രദമാകുന്നു എന്നതേ ഉള്ളൂ. അതുകൊണ്ടുള്ള അർത്ഥം പെട്ടെന്ന് നമുക്ക് എടുക്കുവാനായിട്ട് കഴിയും. നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് പുറകിൽ ചിന്തിച്ച വിഷയം, യാക്കോബ് 2 തരത്തിലുള്ളതാകുന്ന ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു. വിസ്ഡം ഫ്രം അബവ് ആൻഡ് വിസ്ഡം ഫ്രം എർത്ത്. ഉയരത്തിൽ നിന്നുള്ളതാകുന്ന ജ്ഞാനത്തെക്കുറിച്ചും ഭൗമികമാകുന്ന ജ്ഞാനത്തെക്കുറിച്ചും യാക്കോബ് പറയുന്നു. And when he talks about wisdom from earth, it seems it gets worse. He says it is not only natural, rather it is demonic. പൈശാചികമാണെന്ന് പറയുന്നു. പൈശാചികമാകുന്ന ജ്ഞാനത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് നമ്മൾ കണ്ടു. അതിലൊന്ന് പകയും ഈർഷ്യയും ശാഠ്യവും. 3:16. ഭൂമിയിൽ നിന്നുള്ള ജ്ഞാനത്തിൻ്റെ ലക്ഷണങ്ങളാണ് അവിടെ നമ്മൾ വായിക്കുന്നു. 14-ാം വാക്യത്തിലും 3:14-ലും 16-ാം വാക്യത്തിലും. ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ, 16-ാം വാക്യം, ഈർഷ്യ, ശാഠ്യം, ജലസി, ക്വാറൽ, സെൽഫിഷ്നെസ്, എവ്രിതിങ്. സോ അതാണ് യാക്കോബ് പറയുന്നത്. നമ്മളതിനെക്കുറിച്ച് കഴിഞ്ഞ 2-3 ആഴ്ചകൾ ധ്യാനിച്ചതായതുകൊണ്ട് ഞാൻ ആ ഭാഗത്ത് നിൽക്കുന്നില്ല. അത് കണ്ടിന്യൂ ചെയ്യുകയാണ് 4-ാമത്തെ അധ്യായം. അങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ യാക്കോബ് പറയുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. ഓൾ റിലേഷണൽ കോൺഫ്ലിക്ട്സ് ആർ റൂട്ടഡ് in a spiritual problem. If you don't see that, if you don't recognize that, if you don't
address that, you are simply treating for the symptoms. നമ്മെ സംബന്ധിച്ചിടത്തോളം വചനം നമ്മളെ പഠിപ്പിക്കുന്നത് റിലേഷണൽ പ്രശ്നങ്ങളുടെ എല്ലാം അതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് സ്പിരിച്വലാണ്, ആത്മീകമാണ്. Why there is quarrels? എന്തുകൊണ്ട് നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? ഒന്നാമത്തെ വാക്യം അതാ യാക്കോബ് ചോദിക്കുന്നത്. നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ? You look elsewhere, and James says, don't look elsewhere, look within. Look within. നിങ്ങളിലേക്ക് നോക്കൂ. For every problem, the other person is at wrong. Take, for example, a conflict in the family. Talk with the wife, husband is the problem. Talk with the husband, wife is the problem. ഇത് സത്യമല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും എന്താണെന്നറിയോ? We all go for counselors. Good. ദൈവമക്കൾക്ക് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് അല്ല ആവശ്യം. ദൈവമക്കളുടെ പ്രോബ്ലത്തിൻ്റെ റൂട്ട് നമ്മുടെ ആത്മീക പ്രശ്നമാണ്. ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നന്നാകുന്ന ഒരുവൻ തൻ്റെ സ്പൗസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നന്നായിരിക്കും. There is no if and buts about that. There is no if and buts about that. Husband, grow your relationship with the Lord. You will love your wife. Wives, grow in your relationship with the Lord. You will respect your husband. There is no other way. There is no other way for resolving conflicts in the family or resolving conflicts in a church. Superficially ട്രീറ്റ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. പക്ഷേ പ്രോബ്ലം എവിടെയാണെന്നറിയാമോ? വി ആർ നോട്ട് റെഡി ടു ഓൺ റെസ്പോൺസിബിലിറ്റി. അതാ പ്രശ്നം. പാസ്റ്റർ പറയും സഭയിലെ പ്രോബ്ലത്തിൻ്റെ കാരണം വിശ്വാസികളാണ്. വിശ്വാസികൾ പറയും ഇല്ല അയാളാണെന്ന്. പിന്നെ പെന്തക്കോസ്തുകാർക്ക് ഒരു കോമൺ പഞ്ചിങ് ബാഗുണ്ട്, പിശാച. യാക്കോബ് എന്നാ പറയുന്നേ? പണ്ട് എങ്ങോ ഒരിടത്ത് അബദ്ധത്തിന് പിശാച് ഉറങ്ങി ക്ഷീണിച്ച് അവിടെങ്ങാണ്ട് കിടന്നുറങ്ങി. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് ഒരു സഭാ ഹാളിൻ്റെ ബോർഡാണെന്ന് കണ്ടേ. അബദ്ധത്തിന് അന്ന് സൺഡേ ആയിരുന്നു. അപ്പോൾ പിശാച് തന്നോട് തന്നെ പറഞ്ഞെന്നാണ് പറയുന്നത്, ഞാനിവിടുന്ന് അങ്ങ് പോകുന്നതാണ് നല്ലത്. അല്ലേ കുറേ കഴിയുമ്പോൾ അവരെല്ലാം കൂടി വരും, അവരെല്ലാം ആരാധിക്കും. അത് കഴിഞ്ഞൊരു കണക്ക് വായനയുണ്ട്, തമ്മി വഴക്കടിക്കും, ഒടി കുറ്റം എനിക്കും. See, we will not get anywhere if we are not ready to own our responsibility. We will not get anywhere. We will not get an inch from where we are. അത് നമ്മൾ മനസ്സിലാക്കണം. യാക്കോബ് എന്നാ പറയുന്നേ? നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ?
നമ്മൾ കഴിഞ്ഞ ആഴ്ച ഈ ഭാഗത്ത് നിന്നതായതുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോവുകയാണ്. സോ all relational problems are rooted in a spiritual problem. The combatants are not in a right relationship with the living God. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ യാക്കോബ് പറഞ്ഞു സെൽഫിഷ്നെസ് ആസ് ദ സോഴ്സ് ഓഫ് കോൺഫ്ലിക്റ്റ്. I have to have my way. It is my way or highway. That's the option. That's the only option. നോക്കിയേ, അവിടെയാണ് യാക്കോബ് 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ആ റിലേഷണൽ കോൺഫ്ലിക്ട്സിൻ്റെ റൂട്ടായിട്ട് യാക്കോബ് നമ്മളോട് പറയുന്നത് സെൽഫിഷ്നെസ് ആണെന്ന്. എന്നാൽ ഇവിടെ ഈ 4 മുതലുള്ള വാക്യങ്ങളിൽ he ties with selfishness, with worldliness, and he shows us that the root of all the conflict, James says, spiritual adultery, or in other words, unfaithfulness to God. Okay? 4-ാം വാക്യം ആരംഭിക്കുന്ന ശ്രദ്ധിച്ച്. അപ്പോൾ ഒന്നാമത് ഈ കോൺഫ്ലിക്ട്സിൻ്റെ കാരണം എൻ്റെ സ്വാർത്ഥ ഇച്ഛയാണ് പ്രശ്നമെന്ന് യാക്കോബ് പറയുക. അത് സോ ലുക്ക് വിത്തിൻ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ നമ്മിലേക്ക് തന്നെ നോക്കാൻ. ട്രൂലി ദൈവവചനത്തിൻ്റെ മുൻപാകെ ഇരിക്കുന്ന ഒരു ആളിൻ്റെ സവിശേഷത എന്താണെന്നറിയാമോ? സത്യത്തെ ദൈവവചനം കേൾക്കുകയാണെങ്കിൽ നമ്മളാരും പറയത്തില്ല ഇന്നാരെയൊക്കെ ഒന്ന് നന്നാക്കുക എന്നാരും പറയുകയില്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവൻ നമ്പർ 1 കള്ളനാണ്. He doesn't want to take responsibility. And he is the problem, not anyone else. ഇന്നയാളെ നന്നാക്കുക, അയാളെ നന്നാക്കുക, അങ്ങനെ പറയുന്നവൻ കള്ളനാ. I don't mince words for that. 19-ാം സങ്കീർത്തനത്തിൽ ഡേവിഡ് ദൈവത്തിൻ്റെ വെളിപ്പാടുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ആദ്യം പറയുന്നത് പ്രകൃതിയിലുള്ള ദൈവത്തിൻ്റെ വെളിപ്പാടാണ്. ഗോഡ്സ് റെവലേഷൻ ഇൻ നേച്ചർ. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലുകളെ അതൊക്കെ പറഞ്ഞ് താഴോട്ട് വരുമ്പോൾ ആ പർട്ടിക്കുലർ റെവലേഷനെ കുറിച്ചാണ് പിന്നെ പറയുന്നത്. ആദ്യം ജനറൽ റെവലേഷൻ ഇൻ നേച്ചർ, അതിനെക്കുറിച്ച് പറയുന്നു. അതിൻ്റെ ശേഷം പർട്ടിക്കുലർ റെവലേഷനെ കുറിച്ച് പറയുന്നു. പർട്ടിക്കുലർ റെവലേഷൻ എന്ന് പറഞ്ഞാൽ ദൈവവചനമാണ്. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, മറ്റേതിന് തികവില്ല. പ്രകൃതിയിലെ വെളിപ്പാടിനൊക്കെ പരിമിതിയുണ്ട്. എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ വെളിപ്പാടിന് എന്തുകൊണ്ട്? അത് പെർഫെക്റ്റാ. എന്നിട്ട് പറയുക, അത് അല്പബുദ്ധികളെ ട്രൂ വിസ്ഡം തരുന്നു. എന്നിട്ട് അങ്ങനെ പറഞ്ഞ് പറയാ, അത് അപ്പുറത്തെ മത്തായിച്ചനും ഏലിയാമ്മയ്ക്കും അല്ല, അടിയൻ അതിനാൽ പ്രബോധനം ലഭിക്കുന്നു. നോക്കിയേ, അടിയന് പ്രബോധനം ലഭിക്കുന്നെന്ന്. അടിയന് പ്രബോധനം ലഭിച്ചാൽ എന്തോ അടുത്ത സ്റ്റെപ്പ് ഒന്ന് വായിച്ചോളൂ. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു. അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാ മറിഞ്ഞിരിക്കുന്ന അടിയന് പ്രബോധനം കിട്ടിയപ്പോൾ ആരുടെ തെറ്റിനെ കുറിച്ചാ ബോധം വന്നേ? മത്തായിച്ചൻ്റെ തെറ്റിനെ കുറിച്ചാണോ? അല്ല. സഭയിലെ ഇന്നാരുടെ തെറ്റിനെ കുറിച്ചാണോ? അല്ല. പിന്നെ ആരുടെ തെറ്റിനെ കുറിച്ചാ?
തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാണ്. തൻ്റെ തെറ്റുകളെ. എന്നിട്ട് പറയാ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ. അപ്പോൾ ഞാൻ എന്നെ തന്നെ നോക്കുമ്പം ഐ ആം ഓൾ റൈറ്റ്. ബട്ട് വെൻ ദ വേർഡ് എക്സാമിൻസ് മീ, ഐ നോ മൈ ഫോൾട്ട്. ഇഫ് യു ആർ ട്രൂ, കാപട്യം മാറ്റി വെച്ചിട്ട് ട്രൂത്ത്ഫുൾ ആകാമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ തെറ്റുകളെ ഗ്രഹിപ്പിക്കും. തൻ്റെ തെറ്റുകളെ ഗ്രഹിപ്പിച്ചു കഴിഞ്ഞാൽ ഐ ഹാവ് മൈ ഓൺ faults to fight with. I don't have time to fight with my spouse. I don't have time to fight with the brethren in the congregation. I don't have time. I don't have time. Why? I have my own battles to battle with. ഇല്ലേ? തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കൂട്ടാളിയുടെ തെറ്റിനെക്കുറിച്ച് നോക്കാനാണോ സമയം? അല്ലല്ലോ. ഇതാ ഞാൻ പറഞ്ഞേ, ക്വാറൽസിൻ്റെ എല്ലാം റൂട്ടെന്ന് പറയുന്നത് ഇറ്റ് ഈസ് വിതിൻ. അതാ യാക്കോബ് പറയുന്നത്. യാക്കോബ് വളരെ പ്ലെയിനാണ്, വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ യാക്കോബ് പറയുകയാണ്, ഇത് ലൗകികതയും സ്വാർത്ഥതയുടെ കൂടെ ലൗകികതയുടെ കൂടിയാൽ അതെന്താണെന്ന് ഞാൻ വിശദമാക്കാം. ഈ നാട്ടിൽ പറയാറുണ്ടല്ലോ, ഈനാമ്പച്ചിക്ക് കൂട്ട് മരപ്പെട്ടി എന്ന് പറഞ്ഞ പോലെ. ഓൾറെഡി സെൽഫിഷ്നെസ് ഉണ്ട്, അതിൻ്റെ കൂടെ ലൗകികത, അതും കൂടെ കൂടിക്കഴിഞ്ഞപ്പോൾ as a result of that results in spiritual adultery or unfaithfulness to God. ദൈവവുമായിട്ടുള്ള അവിശ്വസ്തതയിലാണ് അത് കലാശിക്കുന്നത്. അതുകൊണ്ടാണ് 4-ാം വാക്യം വായിച്ചു. ായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. നോക്കിക്കേ, എനിക്ക് തോന്നുന്നു യാക്കോബ് ഈ ചർച്ച് ഗ്രോത്ത് സെമിനാറിലൊന്നും അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളല്ല. കാരണം ഒരു ചർച്ച് ഗ്രോത്ത് സെമിനാറിലേലും അറ്റൻഡ് ചെയ്തെങ്കിൽ അദ്ദേഹം ഈ വാക്കൊന്നും ഉപയോഗിക്കുകയില്ല. ഇല്ലേ? വളരെ സീക്കർ ഫ്രണ്ട്ലി ആയിരിക്കും. You don't confront anybody with their sin. You don't speak about sin. And as a result of that, you don't speak the word of God at all. പിന്നെന്തുവാ? A few bunch of stories, upbeat stories, ഇതൊക്കെയാ അല്ലേ? എന്നാൽ യാക്കോബ് ഇതുവരെ അവരെ വിളിച്ചത് എങ്ങനെ? 1-2 സഹോദരന്മാരെ, 2-1 സഹോദരന്മാരെ, 14-ാം വാക്യം സഹോദരന്മാരെ, 3-1 ബ്രദേഴ്സ് സഹോദരന്മാരെ, 10-12 സഹോദരന്മാരെ, 1-16 പ്രിയ സഹോദരന്മാരെ, 1-19 അത് തന്നെ നമ്മൾ വായിക്കുന്നു അല്ലേ? പ്രിയ സഹോദരന്മാരെ. 2-5 അത് തന്നെയാണ് നമ്മൾ വായിക്കുന്നത്, പ്രിയ സഹോദരന്മാരെ. ബ്രദേഴ്സ് ആൻഡ് ഡിയർ ബ്രദേഴ്സ്, ഇതുവരെ അതാ വിളിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ യാക്കോബ് തൻ്റെ ടോൺ മാറ്റുകയാണ്. അപ്പം ഞാനതാ പറഞ്ഞേ, സോ ഇഫ് യു വാണ്ട് ടു ബിൽഡ് എ സീക്കർ ഫ്രണ്ട്ലി mega church, and if you want to attract customers, seekers, you don't use such words. You will use such sugar-coated, fine-sounding, unoffending
വേർഡ്സ്. യാതൊരു വിധത്തിലും ആരെയും നോവിക്കാത്ത വാക്കുകൾ ഉപയോഗിക്കും. എന്നാൽ why James uses such strong language? എന്തുകൊണ്ടാണ് യാക്കോബ് ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള ഭാഷ ഉപയോഗിക്കുന്നത്? അതിനൊരു കാരണമുണ്ട്. ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ ദൈവവും അല്ലെങ്കിൽ യാഹ്വേയും തൻ്റെ കവനൻ്റ് പീപ്പിളുമായിട്ടുള്ള ബന്ധത്തെ എപ്പോഴും ഒരു മാരിയേജ് റിലേഷൻഷിപ്പുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. പ്രവാചകന്മാരെല്ലാം അതുതന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനത വിഗ്രഹാരാധികളായി തീർന്നപ്പം പ്രവാചകനാകുന്ന യെരമ്യാവ് 3:20 ഒന്ന് വായിച്ചു. ജെറമ്യാ 3:20. ഇസ്രായേൽ ഗൃഹമേ, ഒരു ഭാര്യ ഭർത്താവിനോട് വിശ്വാസപാതകം ചെയ്ത് അവനെ വിട്ടുകളയുന്നത് പോലെ നിങ്ങൾ എന്നോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അവിടുത്തെ പ്രശ്നം എന്താ? വിഗ്രഹങ്ങളെ സേവിക്കാൻ പോയി ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചപ്പോൾ അതിനെ ഒരു അഡൾട്രസ് റിലേഷൻഷിപ്പിനോടാണ് പ്രവാചകൻ കമ്പയർ ചെയ്യുന്നത്. ഇത് ഈ ഒരു ഇമേജറി, ഈ ഒരു പഴയ നിയമത്തിലെ ചിത്രം നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് മത്തായിയുടെ സുവിശേഷം 12:39 ഒന്ന് വായിച്ചോളൂ. 12:39. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു. ദോഷവും വ്യഭിചാരവുമുള്ള സ്പിരിച്വൽ അഡൾട്ടറിയെ കുറിച്ചാണ്, ദൈവത്തിങ്കിൽ നിന്നുള്ളതാകുന്ന അവരുടെ അകൽച്ചയെക്കുറിച്ചാണ് പറയുന്നത്. അതാണ് അവിടുത്തെ വിഷയം. അതേ വാക്ക് തന്നെ യാക്കോബ് ഉപയോഗിക്കാം. അപ്പോൾ യാക്കോബ് പറയുകയാണ്, ബൈ സീക്കിംഗ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ വേൾഡ് ദേ ആർ ഇൻ ഫാക്ട് കമ്മിറ്റിംഗ് സ്പിരിച്വൽ അഡൾട്ടറി. അതാ യാക്കോബ് പറയുന്നത്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എന്താണ് ലോകവുമായിട്ടുള്ള അവരുടെ സ്നേഹം? എന്താണ് അവിടുത്തെ ലോകത്തോടുള്ള അവരുടെ സ്നേഹം? എവിടെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്? യാക്കോബിൻ്റെ ആ ലേഖനം ലഭിച്ച അവരാരും തന്നെ പ്രത്യക്ഷത്തിൽ ദൈവത്തെ ഡിസോൺ ചെയ്തിട്ട് ലൗകികരായിട്ട് ജീവിക്കാനൊന്നും അവർ ശ്രമിച്ചതായിട്ടുള്ള തെളിവുകളില്ല. നമ്മൾ ഇന്ന് കാണുന്ന പല കാര്യങ്ങളിൽ ലൗകികത എന്ന് പറയുന്ന പല കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും തന്നെ അവർ പ്രത്യക്ഷത്തിൽ അതിലേക്കൊന്നും പോയിട്ടില്ല. പിന്നെ എന്താ യാക്കോബ് ഇവരെ ലോകത്തോടുള്ളതാകുന്ന സ്നേഹം, ലോകത്തിൻ്റെ സ്നേഹിതന്മാരാകാൻ ഇച്ഛിക്കുന്ന, എവിടെയാണ് ഇവർ ലോകത്തിൻ്റെ സ്നേഹിതന്മാരാകാൻ ഇച്ഛിച്ചത്? ഇവർ ലോകത്തിൻ്റെ സ്നേഹിതന്മാരാകാൻ ഇച്ഛിക്കുന്ന 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പെട്ടെന്ന് ചൂണ്ടിക്കാണിക്കാം. ശ്രദ്ധിക്കണം. നമ്മളിത് വലിയ വിഷയമായിട്ട് കാണാറില്ല, അതാണ് നമ്മുടെ പ്രശ്നം. ഒന്ന്, by their tendency to imitate the world by discriminating against people. ലോകത്തിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ് മറ്റുള്ളവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക. ഇവിടുത്തെ പ്രശ്നം 2-ാം അധ്യായം നമ്മൾ വായിച്ചാൽ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ധനവാനും ദരിദ്രനെയും തമ്മിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു. സോ എവിടെയാണ് ഇവർ ലൗകികരായത്?
അവരുടെ ആ മനോഭാവത്തിൽ. 2, എവിടെയാണിവർ ലൗകികരായത്? 3-ാം അധ്യായം 1 മുതൽ 12 വരെ വായിച്ചാൽ ആ കാര്യം വ്യക്തമാണ്. എന്താണ്? ഒരേ നാവ് കൊണ്ട് എന്തോ ചെയ്യുന്നു? ദൈവത്തെ സ്തുതിക്കുന്നു. അതേ നാവ് കൊണ്ട് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലുണ്ടായ മനുഷ്യരെ ഒരു കൺട്രോളും ഇല്ല. We don't feel like it is a sin. അതാ ഇപ്പോഴത്തെ പ്രശ്നം. സ്ലാൻഡറിങ് എന്ന് പറയുന്ന ഒന്നൊരു പാപമായിട്ട് പോലും തോന്നുന്നില്ല. സ്ലാൻഡറിങ്. ഞാൻ ചില ആഴ്ചകൾക്ക് മുമ്പ് ഒരു ബുക്ക് റെഫർ ചെയ്ത്, നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ വാങ്ങി വായിക്കണം. ആ ബുക്കിൻ്റെ പേര് റെസ്പെക്റ്റബിൾ സിൻസ് എന്ന. ആരും വാങ്ങിയോ? ഓക്കെ, താങ്ക് യു. ജെറി ബ്രിഡ്ജസ് എഴുതിയ ഒരു ബുക്കാണ്, മനോഹരമാണ്. റെസ്പെക്റ്റബിൾ സിൻസ്. നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന പല പാപങ്ങളുണ്ട്. അത് നമ്മൾ സൗകര്യത്തിന് വേണ്ടി നമ്മുടെ കൈ വെച്ചേക്കുക. പണ്ട് ശൗലിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു. ശൗലെന്ന ദൈവത്തിൻ്റെ അഭിഷക്തനെ ദൈവം അഭിഷേകം ചെയ്ത് രാജാവാക്കിയവൻ്റെ ഫൈനൽ നെയിൽ ഇൻ ദ കോഫിൻ എന്തായിരുന്നെന്നറിയാമോ? അമാലേക്യരോടുള്ളതാകുന്ന യുദ്ധമായിരുന്നു. അത് പറഞ്ഞു, അവരെ ഉന്മൂലനം ചെയ്യാൻ പറഞ്ഞു. കാരണം ആ ദൈവത്തിൻ്റെ മോശയിൽ കൂടെ കൊടുത്തതാകുന്ന ഒരു കൽപ്പനയായിരുന്നു. അത് ശൗലിൻ്റെ നിയോഗമായിരുന്നു. ശൗലെന്ന രാജാവ് ചെയ്തത് ഊനമുള്ളതിനെയും കൊള്ളരുതാത്തതിനെ എല്ലാം ഉന്മൂലനം ചെയ്തു. നല്ലതിനെയൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ, നല്ലത് പിന്നെ യാഗം കഴിക്കാവുന്ന ഉപയോഗം വരും. അതുപോലെ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് വെള്ളത്തിൽ മുങ്ങി വരുമ്പോൾ സിഗരറ്റൊക്കെ കളഞ്ഞു, ശരിയാ. പക്ഷേ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് വായിൽ കൂടെ വരുന്ന വാക്കൊന്നും കളഞ്ഞില്ല. കാരണം അത് പിന്നീട് ഉപയോഗം വരും. അതിനോട് 2 പറയണം. അതൊന്നും വലിയ പാപമായിട്ട് തോന്നുന്നില്ല. നോക്കി, അതൊന്നും ഒരു പാപമായിട്ട് തോന്നുന്നേയില്ല. അപ്പോൾ യാക്കോബ് ഇവരോട് പറയുന്നത് എന്താ? വ്യഭിചാരിണികളായുള്ളവേ, ലോകസ്നേഹം, ദൈവത്തോട് ശത്രുത്വം. 3:13 മുതൽ 18 വരെ നമ്മൾ കണ്ടു. ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവുമുണ്ടെങ്കിൽ. 4:1 മുതൽ 3 വരെ നമ്മൾ കണ്ടു. And by pursuing their own destructive pleasures. So it all amounts to love of the world. If these are not love of the world, then what it is? നമ്മൾ പറയും, പൊട്ട് തൊടുന്ന, ഇനിയും നാളെ പറയല്ലോ, ഉപദേശി പറഞ്ഞ് പൊട്ട് തൊടുന്ന കുഴപ്പമില്ല നാളെ, അത് നല്ല കാര്യമല്ല, അങ്ങ് തീർത്ത് പറഞ്ഞേക്കാം. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന അതാണ്. ദൈവത്തിൻ്റെ വചനം നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റിലാണ് യാക്കോബ് അവരോട് പറയുന്നത്, വ്യഭിചാരിണികളായുള്ളവേ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം ആകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? എന്നിട്ട് പറയുക, ആകയാൽ ലോകത്തിൻ്റെ സ്നേഹിതനാകാൻ ഇച്ഛിക്കുന്നവനെല്ലാം. So what does it mean? When I speak evil
against somebody, I am God's enemy. Isn't it clear? ഞാൻ മറ്റൊരാൾക്ക് നേരെ ഈവിള് സ്പ്യൂ ഔട്ട് ചെയ്യുമ്പം ഞാൻ ദൈവത്തിൻ്റെ ശത്രുവാണെന്ന് നിങ്ങൾ ആ വേദഭാഗം ഞാനീ പറയുന്നത് അതൊന്നും അങ്ങനല്ലെന്ന് പറഞ്ഞ് വേണേൽ തള്ളിക്കളഞ്ഞു. അതൊന്നും ദാറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ്. ബട്ട് ഐ നോ ദിസ് ഈസ് ഗോഡ്സ് വേർഡ്. ഐ നോ. ആൻഡ് ദ ബൈബിൾ ഈസ് വെരി ക്ലിയർ. Slandering others. You are loving the world. And when you love the world, you are an enemy of God. That's what James says. അതാണ് യാക്കോബ് പറയുന്നത്. You are enemy. അപ്പോൾ യാക്കോബ് പറയുന്നത് God tolerates no rival. ദൈവത്തിന് ഒരു റൈവലിനെ ദൈവം ടോളറേറ്റ് ചെയ്യുന്നില്ല. So when believers behave in a worldly manner, they demonstrate that at that point their allegiance is to the world rather than to God. നാം ലൗകികരായി പെരുമാറുമ്പോൾ ആ സമയം നമ്മൾ പ്രകടമാക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? നമുക്ക് ദൈവത്തോടല്ല സ്നേഹം, ലോകത്തോടാണ് സ്നേഹം. പലരും ഞാൻ മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ വെച്ചാ ലോകസ്നേഹത്തെ അളക്കുന്നത്. അത് പിശാചും പറഞ്ഞു അങ്ങനെ അങ്ങ് നോക്കിക്കോ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. നോക്കി ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. 4:5 വാക്യം വായിച്ചു. അല്ലെങ്കിൽ തിരുവെഴുത്ത് വെറുതെ സംസാരിക്കുന്നു എന്ന് തോന്നുന്നുവോ? അവൻ നമ്മിൽ വസിക്കുമാറാക്കിയ ആത്മാവ് അസൂയയ്ക്കായി കാംക്ഷിക്കുന്നുവോ? നോക്കുക, ഈ വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണോ അതോ നമ്മുടെ ആത്മാവിനെ കുറിച്ചാണോ? അതായത് ദൈവം മനുഷ്യൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ദൈവത്തിങ്കൽ നിന്ന് വന്ന ആ ആത്മാവിനെ കുറിച്ചാണോ അതോ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണോ എന്ന് ക്ലിയർ അല്ല. പല ഭാഷാന്തരങ്ങളും എനിക്ക് തോന്നുന്നത് ആ സ്മോൾ ലെറ്റർ ആണ് ഉപയോഗിച്ചേക്കുന്നത്, സ്പിരിറ്റ് എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിൻ്റെ ഒറിജിനൽ ഭാഷയിൽ നമ്മിലുള്ള ദൈവത്തിങ്കൽ നിന്ന് വന്ന ആ ഘടകത്തെക്കുറിച്ച് തന്നെയാകാം യാക്കോബ് പറയുന്നത്. അപ്പോൾ ഏത് നിലയിലാണെങ്കിലും യാക്കോബ് പറയുന്നതാകുന്ന കാര്യം that God has a claim on us by virtue of his work in our lives. ദൈവത്തിന് നമ്മുടെ മേലൊരു ക്ലെയിം ഉണ്ട്. കാരണം ദൈവം നമ്മിൽ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. അത് അസൂയയ്ക്കായിട്ട് കാംക്ഷിക്കുന്നുവോ? യാക്കോബ് ആ ചോദ്യത്തിൽ അതിൻ്റെ ഉത്തരമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന നോ എന്നുള്ള ഉത്തരവാണ്. എന്നാൽ ഓൺ ദി അതർ ഹാൻഡ് ദൈവം എന്താ ചെയ്യുന്നത്? 6 വാക്യം. എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. So James, through the Spirit of the Lord, speaking to these people, he says God's purpose is not to judge them, but rather to demonstrate grace and restore fellowship. അപ്പോൾ ഇങ്ങനെ വളരെ ഷാർപ്പായിട്ടുള്ള വാക്കുകളിൽ കൂടെ ദൈവം അവരോട് സംസാരിക്കുമ്പം ദൈവത്തിൻ്റെ ഉദ്ദേശം അവരെ റെസ്റ്റോർ ചെയ്യാൻ തന്നെയാണ്. അവരെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് റെസ്റ്റോർ ചെയ്യണം. അതാ ദൈവത്തിൻ്റെ പ്ലാൻ. അതുകൊണ്ട് ഇവിടെ യാക്കോബ് പറയുകയാണ്, ബട്ട് ഹി ഗിവ്സ് ഗ്രേറ്റർ ഗ്രേസ്.
ഗ്രേറ്റർ ഗ്രേസ് അല്ലേ? താഴ്മയുള്ളവർക്കോ അധികം കൃപ നൽകുന്നു. ആ ഭാഷാന്തരത്തിൽ ഹി ഗിവ്സ് ഗ്രേസ് എന്നേ ഉള്ളൂ. മലയാളത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് അധികം കൃപ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പുതിയ ഭാഷാന്തരങ്ങളിലൊക്കെ അങ്ങനെയാണ്. ഗ്രേറ്റർ ഗ്രേസ്. Greater than what? The grace God supplies. James says he gives greater grace, abundant grace. Greater than what? Greater than our wills, our selfishness, our inability to relinquish control. That is the primary work of the Holy Spirit. അപ്പോൾ ഗ്രേറ്റർ ഗ്രേസ് ദൈവം നൽകുന്നു. എന്ത്? നമ്മുടെ സെൽഫിഷ്നെസ്സിനേക്കാളും, നമ്മുടേതാകുന്ന ഫോളൻനെസ്സിനേക്കാളും, നമ്മുടേതാകുന്ന പാപം ചെയ്യാനുള്ള ആ ടെൻഡൻസിയേക്കാളും വലിയ കൃപ ദൈവം നൽകുകയാണ്. It is not easy to turn from our self-centered pride of life and humble ourselves before God. നമ്മുടെ സ്വാർത്ഥ കേന്ദ്രീകൃതമാകുന്ന അഹന്തയിൽ നിന്നും മാറിയിട്ട് ദൈവം മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷെങ്കിൽ if we are ready, if we are willing, James says, we'll find a storehouse of God's grace ready to be poured out on us. അതാണ് ഗ്രേറ്റർ ഗ്രേസ്. നമ്മുടെ സ്വാർത്ഥതയിൽ നിന്ന് ഈ നിസ്വാർത്ഥമാകുന്ന മനോഭാവത്തിലേക്കും ഹ്യൂമിലിറ്റിയിലേക്കും ദൈവമുമ്പാകെ നമ്മളെ തന്നെ താഴ്ത്തുന്നതിലേക്കൊന്നും വരാൻ അത്ര ഈസിയൊന്നുമല്ല. പക്ഷെങ്കിൽ നാം മനസ്സിലാക്കണം, ഗോഡ് ഹാസ് എ സ്റ്റോർ ഹൗസ് ഓഫ് ഗ്രേസ്. അതാ ഇംഗ്ലീഷിലൊരു ഹിമ്മുണ്ട്, ഗ്രേസ് ഗ്രേസ്, ഗോഡ്സ് ഗ്രേസ്, ഗ്രേസ് ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓൾ അവർ സിൻസ്. അതാ ഗ്രേറ്റർ ഗ്രേസ്. അപ്പോൾ അത് നൽകുവാൻ ദൈവം തയ്യാറാണ്. നമ്മൾ മനസ്സിലാക്കണം, അവർ ഗോഡ് ഈസ് എ കൺസ്യൂമിങ് ഫയർ ആൻഡ് ഹിസ് ഡിമാൻഡ് ഫോർ എക്സ്ക്ലൂസീവ് allegiance to him may be a terrifying truth. എക്സ്ക്ലൂസീവ്, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാ. അവിടുത്തെ ആ ഡിമാൻഡ്, ആ എക്സ്ക്ലൂസീവ് അലീജിയൻസ്, അതൊരു വലിയ ഭയാനകമാകുന്ന കാര്യമായിട്ട് നമുക്ക് തോന്നും. പക്ഷെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അവർ ഗോഡ് ഈസ് ഓൾസോ മെർസിഫുൾ, ഗ്രേഷ്യസ്, all loving, and willingly supplies all that we need to meet his all-encompassing demands. ദൈവത്തിൻ്റെ ആ കരുണയിൽ, അവിടുത്തെ ദയാവായ്പിൽ, അവിടുത്തെ പ്രീതി വാത്സല്യങ്ങളിൽ ദൈവം നമ്മിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്ന ആ കാര്യം നമ്മിൽ സംജാതമാക്കാൻ ദൈവത്തിൻ്റെ സകല കൃപയും നമ്മിൽ പെരുക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. സെയിൻറ്റ് അഗസ്റ്റിൻ പറഞ്ഞൊരു കൊട്ടേഷനുണ്ട്. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, ഗോഡ് ഗിവ്സ് വാട്ട് ഹി ഡിമാൻഡ്സ്. ഗോഡ് ഗിവ്സ് വാട്ട് ഹി ഡിമാൻഡ്സ്. ദൈവം ആവശ്യപ്പെടുന്നത് ദൈവം നമുക്ക് ആദ്യം തരുന്നു. അതാണ് യാക്കോബ് പറയുന്നത്, ഗ്രേറ്റർ ഗ്രേസ് ദൈവം കൊടുക്കും. ആർക്ക്? താഴ്മയുള്ളവർക്ക്. കാരണം നമ്മുടേതാകുന്ന സെൽഫിഷ്നെസ്സിൽ നിന്നും നമ്മുടേതാകുന്ന ലോകസ്നേഹത്തിൽ നിന്നും രക്ഷപ്പെടുന്നത് അസാധ്യമാണ്. പക്ഷേ
ഇവിടെ യാക്കോബ് പറയുകയാണ്, ഹി ഗിവ്സ് ഗ്രേസ് ടു ദ ഹംബിൾ. അതുകൊണ്ട് ആ ഗ്രേസിൻ്റെ ഡിമാൻഡ് എന്താ? ഗ്രേസിൻ്റെ ഡിമാൻഡ് ഒന്നേ ഉള്ളൂ, ഓൺലി വൺ റെസ്പോൺസ്, ഹ്യൂമിലിറ്റി. ഹ്യൂമിലിറ്റി. അതാണ് താൻ പറയുന്നത്. 7-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നോക്കുക, ദൈവത്തിന് കീഴടങ്ങുവിൻ. സോ നമ്മുടെ എല്ലാ എൻവിയുടെയും അസൂയയുടെയും സെൽഫിഷ് അംബീഷൻ്റെയും എല്ലാം ആ റൂട്ടെന്ന് പറയുന്നത് പ്രൈഡാണ്. എന്നാൽ ആ പ്രൈഡ് മാറിയിട്ട് ദൈവത്തിൻ്റെ കൃപ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ യാക്കോബ് പറയുകയാണ്, അവൻ നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. സദൃശവാക്യം 3:34 യാക്കോബ് ഇവിടെ ഉദ്ധരിക്കുന്നത്. ഇതേ വേദഭാഗം തന്നെ, the same verse, Proverbs 3:34 is again quoted in 1 Peter 5:5. 1 പത്രോസ് 5:5 ഇതേ വാക്യം തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. So God's gift of sustaining grace is enjoyed only by those willing to admit their need and they are willing to accept the gift. The proud, നിഗളികൾ, on the other hand, meet only resistance from God. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പാകെ താഴ്ത്തുന്ന ഒരാൾക്ക് ദൈവം കൃപ നൽകുന്നു. The only thing is humble yourselves, James says. എന്നാൽ പ്രൗഡ് ഇൻഡിവിജ്വൽ ആരാണ്? നിഗളി. നിഗളി എന്ന് പറയുമ്പോൾ നോട്ട് വില്ലിംഗ് ടു ലിസൺ ടു ഗോഡ്സ് വേർഡ്, നോട്ട് വില്ലിംഗ് ടു ലിസൺ ടു കറക്ഷൻ. ദൈവവചനം കേൾക്കാൻ ഒരുക്കമല്ല, ദൈവവചനത്തിൻ്റെ ഗുണീകരണത്തിന് തയ്യാറല്ല. അങ്ങനെയുള്ള ആൾക്കാരോട് ദൈവം എതിർത്ത് നിൽക്കുന്നു. പഴയ നിയമം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ ദൈവം എതിർക്കുക എന്നുള്ള അത് വളരെ ഫ്രൈറ്റനിങ് ട്രൂത്താണ്. ദൈവം ഞാൻ അവർക്കെതിരാകുന്നു എന്ന് പറഞ്ഞ സന്ദർഭങ്ങളൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. എത്ര ടെറിഫയിങ് ആണതെന്ന്. I am against you. I am against you. പ്രിയപ്പെട്ടവരെ, ഇതാണ് യാക്കോബ് പറയുന്നത്. 7-8 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പിശാചിനെ ഓടിക്കാൻ ഒരു സോ കോൾഡ് പ്രോഫിറ്റിൻ്റെ അടുത്തും പോകണ്ട, ഒരു ബന്ധനം അഴിക്കുന്നതിൻ്റെ അടുത്തും പോകണ്ട. ഒറ്റ കാര്യം ചെയ്ത ശാതി, ദൈവത്തിന് കീഴടങ്ങിയ ശാതി, ദൈവസന്നിധാനത്തിൽ താഴ്ത്തിയാൽ മതി, ദൈവത്തോട് അടുത്തിയെന്നാൽ മതി. ദൈവത്തോട് അടുത്തിയെന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ഈ വൂൾഫിന് ഷീപ്പിനെ പേടിയൊന്നുമില്ല, ചെന്നായിക്ക് ആടിനെ പേടിയില്ല കേട്ടോ. ആടി എന്ന് ചെന്നായെന്നൊന്നും പറഞ്ഞാലൊന്നും ഒരു പ്രയോജനമില്ല. ഇവിടെ കണ്ടുപോയക്കല്ല് ചെന്നായെന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. ആട് പിന്നെ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഇടയൻ്റെ അടുത്തോട്ട് ഓടിയച്ചാൽ മതി, ഇടയൻ്റെ അടുത്ത് ചേർന്ന് നിന്നാൽ മതി, ചെന്നാൽ തന്നെ ഓടിപ്പോവും. സേഫസ്റ്റ് പ്ലേസ് എന്ന് പറയുന്ന ഇടയൻ്റെ അടുത്താണ്. ഇടയനോട് ചേർന്ന് നിന്നാൽ മതിയെന്നേ. അല്ലാതെ ചെന്നായെ ഓടിക്കാൻ പോയ ഒത്തിരി കാലങ്ങൾക്ക് മുമ്പ് ഭാഷാഭൂഷണിയിൽ വന്നൊരു സ്റ്റോറി ഞാൻ വായിച്ചിട്ടുണ്ട്.
ഭാഷാഭൂഷണിയൊക്കെ പറയുന്നത് ടാബുവാന്നോന്ന് എനിക്കറിയില്ല, പണ്ട് വായിച്ചിട്ടുള്ള. തള്ളയെ അനുസരിക്കാതിരുന്ന കുഞ്ഞാടിൻ്റെ സമ്പൂർണ്ണ കഥയെന്നും പറഞ്ഞൊരു മനോഹരമാകുന്നൊരു സാഹിത്യ സൃഷ്ടിയായിരുന്നു. എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ റിപ്പൻറ്റൻസ് എങ്ങനെയാണ്. There are at least 2 ways in our repentance is expressed. Number 1, we must submit to God and come near to Him. അപ്പോൾ ഈ നമ്മുടെ അംബീഷൻസും നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളുമെല്ലാം സത്യത്തിൽ ഇവിടെ യാക്കോബ് പറയുന്നത് എന്താ? ശണ്ടയും കലഹവും ഇതെല്ലാം നമ്മുടെ താല്പര്യം, അതെല്ലാം സത്യത്തിൽ ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റിയെന്നാണ്. കൈയടിച്ച് പാടുന്നൊക്കെ ഉണ്ടാകാം, പക്ഷേ ദൈവത്തിൽ നിന്നകന്നു. അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത് അടുത്തു വരുവേൻ. അതിൻ്റെ അർത്ഥം എന്തുവാ? അകന്നു. അപ്പോൾ അകന്നെടുത്ത് നിന്ന് ഒന്നാമതായിട്ട് ദൈവത്തിന് കീഴടങ്ങണം. നാം നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കണം. അങ്ങനെ സമർപ്പിക്കുമ്പോൾ പിശാച് നമ്മളെ വിട്ടുഓടിപ്പോകും. 2, 8-ാം വാക്യം. അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. രണ്ടാമതായിട്ട് പറയുന്ന പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പേൻ. അപ്പോൾ ഈ 2 വാക്കുകൾ, പാപികളെന്നും ഇരുമനസ്സുള്ളവരെന്നും അവരെ വിളിക്കുമ്പോൾ, ആക്ച്വലി ജെയിംസ് ഈസ് പെയിൻറ്റിങ് ദ ഗ്രേവിറ്റി ഓഫ് ദർ സ്പിരിച്വൽ സ്റ്റേറ്റ്. അവരുടെ ആത്മീക അവസ്ഥയുടെ കാഠിന്യം എന്താണെന്ന് യാക്കോബ് വരച്ച് കാട്ടുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതുവരെ സഹോദരന്മാരെന്നും പ്രിയ സഹോദരന്മാരെന്നും വിളിച്ചിട്ട് ഇവിടെ വിളിക്കുക, ആദ്യം വിളിച്ചു വ്യഭിചാരിണികളെന്ന്, പിന്നെ വിളിക്കുക പാപികളെന്ന്, പിന്നെ വിളിക്കുകയാണ് ഇരുമനസ്സുള്ളവരെന്ന്. അപ്പോൾ ദേ ആർ ഓൾറെഡി ഏലിയനേറ്റഡ് ഫ്രം ഗോഡ്. ഇത് ജീവിതത്തിൽ ഈ കാര്യമുള്ളവരൊക്കെ ദേ ആർ ഏലിയനേറ്റഡ് ഫ്രം ഗോഡ്. അതാണ് യാക്കോബ് നമ്മളോട് പഠിപ്പിക്കുന്നതാകുന്ന ഒരു കാര്യം. ഈ ഹൃദയങ്ങളെക്കുറിച്ചും കൈകളെക്കുറിച്ചും ഒക്കെ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇത് പഴയ നിയമ വേദഭാഗങ്ങളിൽ അധികമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് യാക്കോബ് പറയുന്ന ഒരു കാര്യം, അവരുടെ കരങ്ങളെ വെടിപ്പാക്കുവിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം they must stop from sinning. ഈ സ്ലാൻഡറും ഈ സ്വാർത്ഥതയും ഈ താൻകാര്യവും സ്റ്റോപ്പ് ഇറ്റ് അറ്റ് വൺസ്. അതാ കൈകളെ വെടിപ്പാക്കുവിൻ. കൈകൊണ്ടല്ലേ പ്രവർത്തിക്കുന്നത്. അതാ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് പിക്ചറാണ് നമ്മളവിടെ കാണുന്നത്. രണ്ടാമത് പറയുകയാണ്. അപ്പോൾ ഒന്നാമത് പറയുന്ന സബ്മിറ്റ്, 2 കൈകളെ വെടിപ്പാക്കുവിൻ, 3 9-ാമത്തെ വാക്യം സങ്കടപ്പെട്ട്, വായിച്ചോളൂ. സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുവിൻ, നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. നോക്കുക. അപ്പോൾ they should come to an awareness of their spiritual state. അതാണ് യാക്കോബ് പറയുന്നത്. അവരുടെ ആത്മീകമാകുന്ന അവസ്ഥയെക്കുറിച്ച് അവർ അവെയറാകണം, അതിൻ്റെ തെളിവായിരിക്കണം. നിങ്ങൾ സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുവിൻ. ഞാൻ എൻ്റെ വാക്കുകളെ പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ. 10-ാം വാക്യം. കർത്താവിന്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. നോക്കുക,
ഇത് പറഞ്ഞിട്ട് പറയുക, കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്വിൻ. ഇതേ വാക്യം തന്നെ പത്രോസ് 1 പത്രോസ് 5:5-6 ഉണ്ട്. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്താൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ്. നമുക്ക് പൊതുവേ ഇഷ്ടമുള്ളൊരു വാക്യം അത്. പക്ഷെ പ്രശ്നം, നമ്മൾ ആ വാക്യം എടുക്കുകയുള്ളൂ. ഡിസംബർ 31 എടുക്കുന്നൊരു വാക്യമാണ്. ഏതാ? നിങ്ങളെ ഉയർത്തും. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ. തക്ക സമയത്ത് ഉയർത്തും. എന്താ ഉയർത്തുക? ഉയർച്ച എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ ഇവിടുത്തെ താഴ്ച എന്താണെന്ന് മനസ്സിലാകണം. ഉയർച്ച എന്ന് പറഞ്ഞാൽ ഉടനെ നമുക്ക് മനസ്സിൽ വേറെ വല്ലതൊക്കെയാണ് കയറി വരുന്നത്. നമുക്ക് പണ്ട് ഒരു മനോരമ എന്ന കവിതയുണ്ട്. കവിത ഇങ്ങനെയാണ്: സ്വർഗത്തിൽ നിന്ന് അരയന്നം വന്ന് ഈ കണ്ടത്തിൽ നിൽക്കുന്ന വെള്ളയും ഇട്ടൊരു ആളുണ്ട്, അറിയാം? കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല. ക്രെയിൻ എന്ന് പറയുന്നു. നാട്ടിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ടോ? ഹാവ് യു സീൻ? ബ്യൂട്ടിഫുൾ ബേർഡ്. അപ്പോൾ അരയനം വന്ന് ഈ ആ പാടത്തിൻ്റെ കരയ്ക്ക് നിന്നുകൊണ്ട് കൊക്കുമായിട്ടുള്ള സംസാരമാണ്. കവിതയാണ്. അപ്പം അരയനം പറഞ്ഞു, നിനക്കറിയാമോ പാരഡൈസിൽ ഇന്നതുണ്ട്, അതുണ്ട്, ഇതുണ്ട്. അവസാനം അരയനം ചോദിച്ചു, ആട്ടെ നീ വരുന്നോ എൻ്റെ കൂടെ പാരഡൈസിലോട്ട്? അപ്പോൾ കൊക്ക് പറഞ്ഞു, ഞാൻ ഇത്രയൊക്കെ കേട്ടപ്പം വരണമെന്ന് എനിക്ക് ഒരാഗ്രഹമൊക്കെ വന്നു. പക്ഷേ അവിടെ ചെന്നാൽ പുഴുവിനെ കിട്ടുമോ? ഞാഞ്ഞൂലിനെ കിട്ടുമോ? ഇത് തന്നെയാ പെന്തക്കോസ്തുകാരുടെ വ്യാഖ്യാന രീതി. ഇതാ പെന്തക്കോസ്തുകാരുടെ വ്യാഖ്യാനം. ഈ വാക്യമൊക്കെ എടുത്ത് ഉയർത്തും. എന്താ ഉയർത്തുന്നത്? ആൻഡ്രൂ മറി എന്ന് പറയുന്ന ഒരു ദൈവഭൃത്യൻ ജീവിച്ചത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ: വാട്ട് ഡസ് എക്സോൾട്ടേഷൻ കൺസിസ്റ്റ്? അദ്ദേഹം പറയുന്നിങ്ങനെ: the highest glory of man is in being only a vessel to receive, enjoy and show forth the glory of God. The highest glory of man is in being only a vessel to receive, enjoy and show forth the glory of God. ഒന്നുകൂടെ പറഞ്ഞാൽ, in other words, Christ-like character will be seen in me. What is exaltation? എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ താണാൽ എന്താ ഉയർച്ച? ഈ കുശുമ്പും കുന്നായ്മയും മാറിയിട്ട് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് നമ്മൾ അനുരൂപപ്പെടും. ആ ഉയർച്ചയെക്കുറിച്ചാണ് യാക്കോബും പറയുന്നത്, പത്രോസും പറയുന്നത്. അല്ലാതെ വേറെ എന്തേലും കിട്ടുമെന്നല്ല. പ്രിയപ്പെട്ടവരെ, ദൈവവചനം അതിൻ്റെ കൃത്യമായ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഈ കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞ പോലെ, ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. ഈ പശ്ചാത്തലത്തിലാണ് പറയുന്നത്, താഴെ കരയെ, കൈകളെ വെടിപ്പാക്ക്, തക്ക സമയത്ത് നിന്നെ ഉയർത്തും കേട്ടോ. ഏതാ ഉയർച്ച? ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടും. ദൈവത്തിൻ്റെ മഹത്വം നിന്നിൽ വെളിപ്പെടും.
അതല്ലാതെ വേറെ ഏതാ ഉയർച്ച ഒരു ദൈവവൈതലിനെ സങ്കല്പിക്കാൻ കഴിയുന്നത്? പ്രിയപ്പെട്ടവരെ, അതാ ഉയർച്ച. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്. മത്തായി 12:18-19 വായിച്ചാൽ, അവൻ കലഹിക്കുകയില്ല, നിലവിളിക്കുകയില്ല, ആരും തെരുക്കളിൽ അവൻ്റെ ശബ്ദം കേൾക്കുകയുമില്ല, ചതഞ്ഞ ഓടെ അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തു കളയുകയുമില്ല, അവൻ ന്യായവിധി ജയത്തോടെ നടത്തും. നോക്കിയേ, അപ്പോൾ the lower, the emptier a man lies before God, the speedier and the fuller the inflow of the divine glory will be. ഒന്നുകൂടെ പറഞ്ഞാൽ, മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, താണ നിലത്തെ നീരോടുന്നു. ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ജെയിംസ് ഈസ് ടോക്കിംഗ് അബൌട്ട്. എത്രത്തോളം അപ്പോൾ ദൈവത്തിൻ്റെ എക്സോൾട്ടേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് അപ്പാർട്ട് ഫ്രം ഗോഡ് ഹിംസെൽഫ്. ദൈവത്തെക്കാളും വലുതായിട്ട് എന്തുണ്ട്? സ്വർഗം പോലും ദൈവത്തെക്കാളും താഴെയാണ്. അതാണ്, സ്വർഗത്തെക്കാൾ ഉന്നതനായവനാ ദൈവം. അപ്പോൾ ആ ദൈവത്തിൻ്റെ കൃപ എന്നിലേക്ക് വ്യാപരിക്കുന്നതും ആ കർത്താവിൻ്റെ സ്വഭാവം എന്നിലേക്ക് ദൈവത്തിൻ്റെ മഹത്വത്തിനായി മറ്റുള്ളവരുടെ കാഴ്ചയ്ക്ക് കാണത്തക്കതുപോലെ എന്നിലേക്ക് ആ കൃപ പകരുന്നതിൽ കവിഞ്ഞ ഒരു ഉയർച്ച ഒരു ദൈവവൈതലിന് സങ്കല്പിക്കാമോ ഈ ഭൂമിയിൽ? ബാക്കിയുള്ളതൊന്നും ഉയർച്ചയല്ല കേട്ടോ, വേറെ ഒന്നും ഉയർച്ചയൊന്നുമല്ല. അത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.